എൻ്റെ ക്യൂട്ടീസ്, കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇൻട്രോ എങ്ങനെ ചേച്ചി ഇടുന്നത്, ഇൻട്രോ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതൊന്നും പറയുന്ന അറിയത്തില്ല. ഞാൻ ആക്ച്വലി സാധാരണ യൂസ് ചെയ്യുന്ന ഇൻഷോട്ട് ആപ്പാണ്, അതായത് പറയാം. പിന്നെ ഞാൻ കൂടുതൽ ഇൻട്രോ ഇപ്പം പണ്ട് ഇപ്പം ഇൻട്രസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൂടാതെ ഇപ്പം കൂടുതൽ ഇടുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ നമ്മൾ ക്യൂട്ട് ഇൻട്രോ അല്ലെങ്കിൽ എസ്തെറ്റിക് ഇൻട്രോ ഇങ്ങനെയായിട്ട് വിത്തൗട്ട് കോപ്പി റൈറ്റ് എന്ന് പറയണം കേട്ടോ. അതിനകത്ത് ഇങ്ങനത്തെ കുറേ കോപ്പി റൈറ്റ് ഇല്ലാത്ത കുറേ ഇൻട്രോ കാണും. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ മ്യൂസിക് അതിൻ്റെ കോപ്പി റൈറ്റ് ഉള്ളതായിരിക്കും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ മ്യൂസിക് ലൈബ്രറിയില്ലേ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ, അതിനകത്തുനിന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാം. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള മ്യൂസിക് നിങ്ങൾ നോക്കണതേണ്ടോ വിത്തൗട്ട് ഫ്രീ കോപ്പി റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ക്യൂട്ട് ഇൻട്രോ. പക്ഷേ അതിൻ്റെ താഴെ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും യു ഹാവ് ടു ഗിവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ ഈ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനില്ലേ നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷനകത്ത് അവരുടെ ഏത് ഇതിൽ നിന്നുള്ളതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻട്രോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ ഷെയർ ചെയ്യണം. അതായത് ലിങ്ക് കോപ്പി ഷെയർ ചെയ്യണം. ലിങ്ക് കോപ്പി ഷെയർ ചെയ്ത ശേഷം നമ്മൾ ക്രോമിൽ പോയിട്ട് നമ്മളുടെ ഇതുണ്ടായിരിക്കും, നമ്മൾ പിൻട്രസ്റ്റ് അപ്ലോഡെന്ന് നമ്മൾ അറിയത്തില്ല, ഡൗൺലോഡ്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നൊരു സൈറ്റ് എടുക്കുക. അതിനുശേഷം അതിനകത്ത് ആ കോപ്പി ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഡൗൺലോഡായി കിട്ടുന്നതാണ്. ആ സെയിം സാധനം നമ്മൾ ഏത് ആപ്പിലാണ്, ഞാനിപ്പോൾ ഇൻഷോട്ടാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതൊന്ന്, അതിനകത്ത് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സാധനം നമ്മുടെ ഓൾറെഡി ഗാലറിക്കകത്ത് വന്ന് കിടക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻട്രോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഇൻട്രോ യൂസ് ചെയ്യുമ്പോൾ ഓരോന്നെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട കുറേ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് പേരില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് പേര് എൻട്രി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ ഇപ്പം പേരില്ലാത്ത സ്പേസിനകത്ത് നമ്മുടെ ഈ പേര് സ്പേസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള ഇൻട്രോ ആയിരിക്കും, അതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് പലതരത്തിലുള്ള മ്യൂസിക് ഇടാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അതൊന്നും അല്ല വേണ്ടത്, ചില കാര്യങ്ങൾക്കകത്താണെങ്കിൽ നമ്മൾക്ക് തോന്നും ഈ ഇൻഷോട്ടിനകത്ത് നമുക്ക് ഈ സാധനങ്ങളല്ല വേണ്ടത്, ഞങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം അതിനകത്ത് നമ്മൾ വീഡിയോ ആദ്യമേ ഇൻട്രോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. നമ്മുടെ ലോങ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കറിയില്ല 16:9 ആയിരിക്കണം. അല്ലെങ്കിൽ ഷോർട്സിനകത്ത് ഇൻട്രോയുടെ ആവശ്യമില്ല കേട്ടോ, ലോങ് വീഡിയോയ്ക്കകത്താണ് ഇൻട്രോ ആവശ്യം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കാണിക്കുന്ന പോലെ നമ്മളുടെ ഇൻട്രോ നമ്മുടെ ഗാലറി വന്നെടുക്കുന്ന ഇൻട്രോ വീഡിയോ നമ്മൾ എടുക്കും. ചിലപ്പോൾ അത് ലോങ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനെ എത്ര വെച്ചാൽ തേക്കാം. ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് സ്പേസ് കാണും. നമ്മൾ എവിടെയാണ് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ വീഡിയോയുടെ പേര് മെൻഷൻ ചെയ്യുക, അതൊക്കെ മെൻഷൻ ചെയ്യാനുള്ള സാധനം ഉണ്ടായിരിക്കും. അതിനെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ക്രാഫ്റ്റ് വേൾഡ് ചാനലിൻ്റെ പേരിൽ അല്ലെങ്കിൽ ന്യൂ ഇൻട്രോ വീഡിയോ എന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേര് എഴുതും. അപ്പോൾ ഞാൻ എൻ്റെ റായ ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള എൻ്റെ ചാനലിൻ്റെ പേര് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻഷോട്ടിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആ 3-4 വരെയുള്ള അതിനകത്ത് ഞെക്കുമ്പോഴത്തേന് ഏറ്റവും താഴെ കുറേ ഓപ്ഷൻസ് കാണും. ഇങ്ങനെ കർവായിട്ട് വേണമെങ്കിൽ കർവായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കർവ് വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടും. പല ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പ്ലെയിൻ എന്നുള്ളത് മാത്രമായിട്ട് ഇട്ടാലും മതി. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയ്ക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സ്പേസിൽ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സ്പേസിൽ ഇട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു വോയിസ് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ സ്ഥലത്ത് തന്നെ വോയിസ് എഫക്റ്റ് ഉണ്ട്. ഇതിന് വേണമെങ്കിൽ കളർ മാറ്റാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ ഓൾറെഡി ഫോൺ സ്റ്റൈൽ വേണമെങ്കിൽ പലതരത്തിൽ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇൻട്രോ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പേര് ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ട്. കുറേ ട്രാൻസിഷൻസ് കാണും. അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതെല്ലാം ഇൻട്രോയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം കുറേ ആയിട്ടുള്ള ഫോൺ സ്റ്റൈലൊക്കെ ഉണ്ട്. ഞാൻ 1-2 ചെയ്യുന്നുള്ളൂ. നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കോപ്പിറൈറ്റ് വരാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ നിന്നുണ്ട് കോപ്പിറൈറ്റ് ഫ്രീ എന്ന് എഴുതിയാലും ചിലപ്പോൾ അവർ അവരുടെ വീഡിയോയുടെ താഴെ ആ ഡിസ്ക്രിപ്ഷനകത്ത് എടുത്തിട്ടുണ്ടായിരിക്കും യു ഹാവ് ടു മെൻഷൻ മൈ ചാനൽ, യു ഹാവ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അവരെവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് അത് മെൻഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അത്രയാണ് മെയിൻ. അതുകൊണ്ട് ഇതുകൊണ്ട് കുറേ ഈ സ്റ്റൈലുകളുണ്ടായിരിക്കും മ്യൂസിക്കിൻ്റെ കേട്ടോ. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതിന് കാണിച്ചാണ്. അതിന് നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ എൻ്റെ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കണ്ടോ, പഴയ ഡിഫറൻറ്റ് സ്റ്റൈലിനകത്ത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ ഇൻട്രോ റെഡിയാക്കി ഇനി നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യണം. അതിൻ്റെ അതിനകത്തുള്ള മ്യൂസിക് ഞാൻ ചിലപ്പോൾ നമ്മൾ മിക്കവാറും മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മ്യൂസിക് ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടേ ഇടാവുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ നമുക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വിടാനാണ് ഇൻട്രോയുടെ മ്യൂസിക്കിനകത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് മോസ്റ്റ് കോപ്പിറൈറ്റ് വരുന്ന മ്യൂസിക്കിനകത്ത് കേട്ടോ.
കേട്ടോ. അപ്പോൾ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്നുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ. ഈ മ്യൂസിക് എഫക്റ്റ് ഉണ്ട്, നമ്മൾ പേര് എഴുതിയതിന് നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എഫക്റ്റ് ഇടായതുകൊണ്ട് ഞാൻ കുറേ ഒന്നുണ്ട് മ്യൂസിക് ഇത് ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുത്താണ്, നമ്മുടെ YTS ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. അത് ഞാൻ അതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ മ്യൂസിക്കിന് നമ്മൾ വോളിയം കുറച്ച ശേഷം ഈ മ്യൂസിക്കിനെ ഇട്ട ശേഷം ഇതിനെ നമ്മൾ എവിടം വരെ മ്യൂസിക് വേണം അവിടെ വരെ വെച്ച ശേഷം ആ മ്യൂസിക്കിനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളാത്ത ഇൻട്രോയുടെ അവിടെ വരെ മ്യൂസിക് മതിയല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റടുത്ത് ഇടാം. ഞാൻ ഇൻട്രോ വരെ മ്യൂസിക് ഇട്ട ശേഷം മറ്റേത് കട്ട് ചെയ്ത് കളയച്ച്, അപ്പോൾ ഇൻട്രോയിൽ മാത്രമേ മ്യൂസിക് കാണത്തുള്ളൂ എൻ്റേത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി സ്ഥലത്തോട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഓഡിയോ നമ്മൾ കൊടുക്കുകയില്ല, നമ്മുടെ വോയിസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് മെയിൻലി ഉള്ളത്. ഇതിപ്പം ഈ യൂട്യൂബിനകത്തുനിന്ന് കിട്ടിയിട്ടാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റിനകത്ത് കുറേ ആയിട്ടുള്ള ഇൻട്രോ വീഡിയോസ് കാണും. അത് ഓൾറെഡി അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് ചേർക്കാം, അല്ലെങ്കിൽ അതിനകത്ത് അതുപോലെ ചേർക്കാം. നമുക്ക് അതിൻ്റെ മുകളിൽ എഡിറ്റ് ചെയ്താൽ മതി ഇച്ചിരിയൊക്കെ. അങ്ങനെ കുറേ വീഡിയോസ് കിട്ടും. ക്യൂട്ടായിട്ടുള്ള കാണാം, എസ്തെറ്റിക് ആയിട്ടുള്ള പോലെ ഒക്കെ ഉണ്ട്, പലതരത്തിലുണ്ടായിരിക്കും. ഇതൊക്കെ മോസ്റ്റ്ലി ലോങ് വീഡിയോസിന് കിട്ടുന്നതാണ്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോപ്പി ലിങ്ക് ചെയ്ത ശേഷം പിൻട്രസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ക്രോമിൽ പോയി പിൻട്രസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നമുക്കതിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മ്യൂസിക്കൊക്കെ നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് എന്നോ, കോപ്പി ലിങ്കിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് നമ്മുടെ നമ്മൾ നേരത്തെ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡ് എന്ന വേഷം വെച്ചെടുക്കാം. അപ്പം ഞാൻ പക്ഷേ കൂടുതൽ ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ കൂടുതലും ഇൻട്രോ വീഡിയോ അല്ല, ഞാൻ യൂട്യൂബിനകത്ത് തന്നെയാണ് ഇൻട്രോ മ്യൂസിക് ഉണ്ട്. ഇതിനകത്ത് ഫ്രീ ക്യൂട്ട് മ്യൂസിക് അലകുണ്ട് കേട്ടോ. മ്യൂസിക് വിത്തൗട്ട് കോപ്പിറൈറ്റ് എന്ന് കാണും. അപ്പം അത് വേണമെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇൻട്രോ വീഡിയോ കൂടാതെ ഈ വീഡിയോയ്ക്ക് അകത്തിടുന്ന മ്യൂസിക് ചിലപ്പോൾ അവർ വല്ലയിടത്തും നടത്തുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രീ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എടുത്ത് മ്യൂസിക്കിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അതാണ് എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ യൂട്യൂബിനകത്ത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇൻട്രോ ടെംപ്ലേറ്റ് വിത്തൗട്ട് ടെക്സ്റ്റ് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ അതിനകത്തെല്ലാം കോപ്പിറൈറ്റ് ഇല്ലാത്തതാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് അതിനെ നമ്മൾ കോപ്പി ലിങ്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോയി നമ്മുടെ ക്രോമിനകത്തുനിന്ന് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഇൻട്രോയിൽ യൂസ് ചെയ്യാം. അതുപോലെ പലതരത്തിലുണ്ട്. ക്യൂട്ട് അസ്തെറ്റിക് ഇൻട്രോ ഔട്ട്രോ ടെംപ്ലേറ്റ് ഫ്രീ ഫോർ യൂസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ഫ്രീ ഫോർ യൂസ് എന്ന് ഇത് ടെംപ്ലേറ്റ് മാത്രമാണ്. ഇതിനകത്ത് ചിലപ്പോൾ സോങ്സ് നിങ്ങൾക്ക് താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ച് നോക്കണം. സോങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സോങ്സ് ഇടാൻ പറ്റും. അഥവാ ഇതിനകത്ത് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള സോങ്സ് ആണെങ്കിൽ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടെംപ്ലേറ്റ്സുകൾ പലതരത്തിലുള്ളത് ഓൾറെഡി ഉണ്ടാക്കി വരുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത്. ഇത് കൂടാതെ പിൻട്രസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, ചിലടത്ത് ഈ കവായി ടൈപ്പുള്ള ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇൻട്രോയിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യണം. അതിനകത്ത് മ്യൂസിക് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഇങ്ങനത്തെ കുറേ ക്യൂട്ട് ആനിമേറ്റഡ് വീഡിയോസ് ഓഫ് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കുറേ വീഡിയോസ് ഇങ്ങനെ വരും. അത് നമുക്ക് വേണമെങ്കിൽ കോപ്പി ലിങ്ക് ചെയ്ത ശേഷം നമ്മുടെ പിൻട്രസ്റ്റ് ഡൗൺലോഡിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള മ്യൂസിക് വേണമെങ്കിൽ നമ്മുടെ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. അത് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറെ വേണമെങ്കിൽ നമുക്ക് ക്യൂട്ട് ഇൻട്രോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഇൻട്രോയുടെ കിട്ടുവാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിൻട്രസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബിനകത്തുനിന്നാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഈ ഇങ്ങനെ ആനിമേറ്റഡ് വീഡിയോസ് മിക്കവാറും ഞാൻ പിൻട്രസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് എടുക്കുന്നത്. അതും യൂട്യൂബിനകത്ത് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഇല്ലാത്ത യൂസ് ചെയ്യുക. കോപ്പിറൈറ്റ് ഉള്ള വന്ന് നമ്മുടെ വീഡിയോ അടിച്ചു പോകും കേട്ടോ. വീഡിയോ അടിച്ചു പോകുന്ന വീഡിയോയ്ക്കകത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആവും. അപ്പോൾ പിന്നെ നമ്മളോട് പറയും നമ്മുടെ ഈ മ്യൂസിക് മോസ്റ്റ്ലി വരുന്നത് മ്യൂസിക്കിന് വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം മ്യൂസിക് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആണോ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിലെ നമ്മുടെ YT സ്റ്റുഡിയോ ഒക്കെ ഇഷ്ടം മ്യൂസിക് ലൈബ്രറിയിൽ ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്, അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടോ കുറേ ഇൻട്രോയുടെ നമ്മുടെ പിൻട്രസ്റ്റിനകത്തൊന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും സോറി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ നെയിം എഡിറ്റ് ചെയ്യുക, നിങ്ങളുടെ ചാനൽ പേര്, നിങ്ങളുടെ ചാനലിൻ്റെ എന്ത് വീഡിയോ അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ തുടക്കത്തിൽ എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഞാനും നിങ്ങൾ കണ്ടുപിടിച്ച. അപ്പം നിങ്ങൾക്ക് ഒരുമാതിരി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഗിവേയുടെ കാര്യം മറക്കല്ല. ഇന്ന് മിക്കവാറും നാളെ ഞാൻ ഗിവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. പിന്നെ പുതിയതായിട്ടുള്ള അടുത്ത മാസത്തെ ഗിവേയുടെ ഗിഫ്റ്റും മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, മാക്സിമം കമൻറ്റും വേണം. ബൈ.